ഒന്ന് വിളിച്ചു നോക്കാം. ഫോൺ മുറിയിലുണ്ടാവും. ഏട്ടൻ്റെ അടുത്തുണ്ടായിരുന്നു എന്റെ ഫോൺ. ഇത്ര നേരവും ഞാനിവിടെ മുഴുവനും ഫോൺ അന്വേഷിച്ച് നടക്കണത്. ഏട്ടൻ എന്തിനാണ് എന്റെ ഫോൺ എടുത്ത് വെച്ചേക്കണത്? എന്തിനാണ് ഇപ്പൊ ഫോൺ? ആരെ വിളിക്കാനാണ്? ഞാനൊന്ന് അമ്മനെ വിളിക്കാൻ ഓർത്തായിരുന്നേ. മോളിപ്പോ അങ്ങനെ വിളിക്കണ്ട. അങ്ങനെ മോക്ക് വിളിക്കണോന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇന്നാ എന്റെ ഫോണിൽ നിന്ന് വിളിച്ചു. അത് വേണ്ട, എന്റെ ഫോൺ ഉണ്ടല്ലോ, ഞാൻ അതിൽ നിന്ന് വിളിച്ചോളാം. ആ അപ്പൊ നിനക്ക് അമ്മനെ വിളിക്കാനല്ല, ഞാൻ വിചാരിച്ച പോലെ തന്നെയാണ്. എന്റെ പൊന്നു, ഇങ്ങനൊരു സംശയം താ. ഏതിനകത്താണെങ്കിലും എനിക്ക് വിളിച്ചാ മതി. മോളൊന്ന് നിന്നെ. എവിടെ പോയി? ഞാനൊന്ന് പള്ളിയിലോട്ടേ. ഇവിടെ ഇരുന്ന് ബോറടിച്ച് എത്ര നേരമാണ് വെറുതെ ഇരിക്കണത്. അപ്പൊ പള്ളിയിലൊന്ന് പോയി പ്രാർത്ഥിച്ചിട്ട് വരാന്ന് വിചാരിച്ചു പോയതാണ്. ഞാൻ വരുമെന്നറിയാൻ പാടില്ലായിരുന്ന? പള്ളി പോണെന്നും പറഞ്ഞോണ്ട് ആരെ കാണാൻ പോയി? എന്തിനാണ് ഏട്ടാ ഇങ്ങനെയൊക്കെ പറയണത്? ഞാൻ പള്ളിയിലൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയതല്ലേ, അല്ലാതെ ആരെയും കാണാനൊന്നും പോയതൊന്നുമല്ല. എന്നാലേ ഇനി ഇതുപോലെ പോണ്ട. ഇനി എങ്ങാൻ പോയാലേ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും. കേറിപ്പോവാത്ത എവിടെ പോണേന്നാ? ഞാൻ എന്റെ വീട്ടിൽ പോണു. നിങ്ങൾക്ക് ഈ സംശയ രോഗമാണ്. അതേ മരുന്ന് കഴിച്ചാലൊന്നും മാറൂല, അതിന് ചികിത്സയില്ല. ഇവിടെ നിങ്ങളുടെ കൂടെ കിടന്നാലേ എനിക്ക് വട്ടുപിടിക്കും. അതുകൊണ്ടേ ഞാൻ എന്റെ വീട്ടിലോട്ട് വേണം. എനിക്ക് എന്താണ് ചോദിക്കാനും പറയാൻ ആരുമില്ലെന്ന് വിചാരിച്ച. ഇവിടെ ഒരു സ്വാതന്ത്ര്യവുമില്ല, ഒരിടത്തും പോകാൻ പാടില്ല. എന്റെ സ്വന്തം അമ്മനെ പോലും ഫോൺ ചെയ്യാൻ പോലും പറ്റൂല. പിന്നെ ഞാനിവിടെ ജീവിക്കണതിൽ എന്താ അർത്ഥമാണുള്ളത്? നിങ്ങൾക്ക് വട്ടാണ്. നിങ്ങൾ ആ വട്ടും കൂട്ടിപ്പിടിച്ച് ഇവിടെ ഒറ്റക്ക് ജീവിച്ചോ. ഞാനേ എന്റെ പാട് നോക്കി പോവുകയാണ്. പിന്നെ എന്റെ പുറകെ വന്ന് എന്നെ ശല്യം ചെയ്യാനാണ് ഉദ്ദേശമെങ്കിൽ അത് നടപ്പില്ല. നിങ്ങൾ ഇങ്ങനെ കാണൂല. ഞാനേ ഡിഗ്രി വരെ പഠിച്ചതാണ്. എനിക്ക് ജോലി കിട്ടുന്നത് കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും ജോലി കിട്ടും. എന്നെ അന്വേഷിച്ച് ബുദ്ധിമുട്ടണമെന്നില്ല. നിങ്ങൾക്ക് സമാധാനമായിട്ട് ജീവിക്കണമെങ്കിൽ നിങ്ങൾ എന്റെ പുറകെ വരാൻ ഇവിടെ സ്വസ്ഥമായിട്ട് ജീവിച്ചോ. ഇല്ലെങ്കിലേ ഇനിയുള്ള കാലം സംശയ രോഗമായിട്ട് ജയിലിൽ പോയി കിടക്കേണ്ടി വരും.
എനിക്ക് മോളെ സംശയമൊന്നുമില്ല. നിക്ക് മോളെ, ഞാൻ പറയട്ടെ. വിവാഹം കഴിഞ്ഞതിൻ്റെ പേരിൽ മാത്രം ഭർത്താവിൻ്റെ സംശയരോഗത്തിന് നമ്മൾ അടിമകളാവേണ്ടതുണ്ടോ? തീരുമാനമെടുക്കേണ്ടത് നമ്മൾ തന്നെയല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.